വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6 അധ്യായം 16 മുതൽ 29 വരെ. വിശുദ്ധ യോഹന്നാൻ 6:16 മുതൽ. സന്ധ്യയായപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ തടാകതീരത്ത് ചെന്ന് വഞ്ചി കയറി അക്കരെയുള്ള കപ്പർന്നഹൂമിലേക്ക് പോയി. അപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. യേശു അവരുടെ അടുക്കൽ ചെന്നിരുന്നതുമില്ല. വലിയ കാറ്റ് അടിച്ചതുകൊണ്ട് തടാകം കോപിച്ചു. 3-4 നാഴിക ദൂരം പോയപ്പോൾ യേശു തടാകത്തിന് മീതെ കൂടി നടന്ന് വഞ്ചിയെ സമീപിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. യേശു അവരോട്, ഞാനാകുന്നു, ഭയപ്പെടേണ്ട എന്ന് അരുൾ ചെയ്തു. അവർ അവനെ വഞ്ചിയിൽ കയറ്റുവാൻ ആഗ്രഹിച്ചു. ഉടൻ തന്നെ ആ വഞ്ചി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. തടാകതീരത്ത് നിന്നിരുന്ന ജനസമൂഹം ഒരു വഞ്ചി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും യേശു ശിഷ്യന്മാരോടൊന്നിച്ച് വഞ്ചിയിൽ കയറി ഇട്ടില്ലായിരുന്നു എന്നും മനസ്സിലാക്കി. യേശു വാഴ്ത്തിക്കൊടുത്തതായ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച സ്ഥലത്തേക്ക് തിബിരിയോസിൽ നിന്ന് 2 വഞ്ചികൾ വന്നു ചേർന്നു. യേശു ശിഷ്യന്മാരും അവിടെ ഇല്ലെന്ന് കണ്ടിട്ട് ജനങ്ങൾ ആ വഞ്ചിയിൽ കയറി കപ്പർന്നഹൂമിൽ ചെന്ന് യേശുവിനെ തിരക്കി. അവർ തടാകത്തിനക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ, ഗുരു, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. യേശു അവരോട് പ്രാരം പറഞ്ഞു, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് അത്രേ. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവന്റെ അനശ്വരമായ ആഹാരത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത്. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു. അവർ അവനോട്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു ഉത്തരമായി പറഞ്ഞു, ദൈവഹിതമനുസരിച്ചുള്ളതായ പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ അപ്പം എന്നും കിട്ടാൻ പറ്റിയ അധ്വാനമായി നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഇന്നത്തെ ചിന്താവിഷയം. ജീവന്റെ അപ്പം കിട്ടാൻ വേണ്ടി അധ്വാനിക്കണമെന്ന് പറയുന്നു. അധ്വാനം എത്രത്തോളമായി? പരിശുദ്ധ കന്യാമറിയാമിന് ജീവന്റെ അപ്പമായ യേശുവിനെ വചനമായി കിട്ടാനൊരു അധ്വാനം. പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് കുഞ്ഞിനെ വളർത്തി 30 വർഷം വളർത്തി പരിശുശ്രൂഷയ്ക്ക് പറഞ്ഞുവിട്ട് കുരിശിന് ചുവടുവരെയും പോയി നിന്നപ്പോൾ പരിശുദ്ധ മാതാവിന് നിത്യജീവന്റെ അപ്പം ചുട്ടു നമുക്ക് തരാനായിട്ട് സാധിച്ചു. ആ മാതാവ് പെന്തക്കോസ്ത് പെരുന്നാളിൽ 120 പേർക്ക് അത് പരിശുദ്ധാത്മ നിറവായി മാറ്റിക്കൊടുത്തു. ഇപ്പം ജീവന്റെ അപ്പം ചുട്ടെടുത്ത് കഴിച്ച് കൊടുത്ത് ആ അധ്വാനത്തിന് ശേഷമാണ് ആത്മനിറവ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ അധ്വാനം എത്രത്തോളമായി? നമ്മുടെ നാൾതോറുമുള്ള വചന പഠനം, ധ്യാനമന്ദിരത്തിലേക്കുള്ള വരവ്, നമ്മുടെ ചിന്തകൾ, ധ്യാനങ്ങൾ, പ്രാർത്ഥനകൾ മുതലായവയെല്ലാം ജീവന്റെ അപ്പത്തെ ഉണ്ടാക്കിയെടുത്ത് വളർത്തി അനുഭവിച്ച് മറ്റുള്ളവർക്ക് പങ്കിടുവാനുള്ള ബന്ധപ്പാടാകട്ടെ. അത് തടയുന്നത് മരണത്തിൻ്റെ അപ്പം ഉണ്ടാക്കുന്ന പിശാചിൻ്റെ ഇടപെടലുകളിൻ്റെ ഇടയ്ക്ക് വരും. പിശാചിൻ്റെ പരിപാടി നമ്മളെ കൊല്ലുക എന്നുള്ളതാണ്. അവൻ കൊലപാതകനാണ്. പോസ്റ്റ് പറഞ്ഞ് കൊല്ലുക, നിത്യാബോധം തന്ന് കൊല്ലുക, ഉത്സാഹം മുടക്കി കൊല്ലുക, സംശയരോഗം വരുത്തി കൊല്ലുക. കൊലപാതകനായ പിശാച് നമ്മളെ കൊല്ലാൻ പല വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ്റെ വചനങ്ങളും അവൻ്റെ ഇടപെടലും എല്ലാം മരണത്തിൻ്റെ അപ്പമാണ്. യേശു നമുക്ക് ജീവൻ്റെ അപ്പം തരുമ്പോൾ പിശാച് മരണത്തിൻ്റെ അപ്പം ഏതപ്പമാണ് ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ജീവൻ്റെ അപ്പം കഴിപ്പ് നിർത്തിയിട്ട് മരണത്തിൻ്റെ അപ്പം കഴിപ്പിക്കാനും പുറകെ നടക്കുക. ഇത് തിരിച്ചറിഞ്ഞ് ജീവൻ്റെ അപ്പമായ യേശുവിനെ മാത്രം എനിക്ക് മതിയെന്ന് പറയാനുള്ള കൃപ യാചിക്കാൻ പോവുകയാണ്. സഹോദരി സംഘങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങൾ ക്ഷമിക്കണം. ഈ കൃപാന അംഗീകരിക്കപ്പെടുവാനുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പരിശുദ്ധമായി സ്തുതി യാതൊരുമയത്തിൻ്റെ കണ്ണിമുണ്ടാകട്ടെ. പുതിയ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള 2ാം ഞായറാഴ്ച വരുന്നു. ആ 2ാം ഞായറാഴ്ചത്തെ ആരാധന ആത്മാവിൽ സത്യത്തിലും ആക്കുവാനുള്ള ഒരുക്ക ധ്യാനമാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം നമ്മൾ വായിച്ചിരിക്കുന്നത്. അങ്ങനെ അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയിൽ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കിട്ടിയതായ അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ നമ്മുടേതുമാകുവാൻ, അവരെ പെന്തക്കോസ്ത് പെരുന്നാളിന് ഒരുക്കുവാൻ കർത്താവ് എങ്ങനെയെല്ലാമാണ് വ്യക്തിപരമായവരോട് ഇടപെട്ടത്, എന്തെല്ലാം അവരോട് സംസാരിച്ചു, അത് നമ്മളോടും കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വായിച്ചതായ തിരുവചനത്തിൽ സന്ധ്യാനമസ്കാരത്തിൽ വായിക്കേണ്ടത് നേരത്തെ വായിച്ചത്, അത് സന്ധ്യയ്ക്ക് നമുക്ക് ഇവിടെ വന്ന് ആരാധിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിപ്പോഴേ തന്നെ ചെയ്തിട്ട് ആ ഞായറാഴ്ചത്തെ ഒരുക്കം തുടരുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൻ്റെ 16 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ കാര്യം, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവന്റെ അനശ്വരമായ ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കണം. ഇത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു.
അപ്പോൾ പിതാവ് മുദ്രയിട്ട് നിത്യജീവന്റെ അനശ്വരമായ ആഹാരം നമുക്ക് തരാൻ നിയോഗിക്കപ്പെട്ട കർത്താവ് നമുക്ക് എത്ര പ്രാവശ്യം വിശുദ്ധ കുർബാന തന്നിരിക്കുന്നു, എത്ര പ്രാവശ്യം നമുക്ക് കുർബാന അനുഭവിച്ചിരിക്കുന്നു. എന്നിട്ട് നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടായിട്ടുണ്ടോ? സമൃദ്ധിയായ ജീവൻ തരാൻ വേണ്ടിയാണ് യേശു വന്നതെന്നുള്ള കാര്യം അത് യോഹന്നാൻ 10:10 എഴുതിയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ യേശുവിനോട് സഹകരിച്ച് പ്രയത്നിക്കണമെന്നും കൂടെ പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ മാതാവും കർത്താവും കൂടെ 33 കൊല്ലക്കാലം അധ്വാനിച്ചിട്ട്, രാത്രിയും പകലും അധ്വാനിച്ചിട്ടാണ് ഈ അപ്പം നമുക്ക് കിട്ടിയത്. കർത്താവ് ആയിരക്കണക്കിന് അടി കൊണ്ട് തൻ്റെ ശരീരത്തിലെ മാംസം മുഴുവൻ ചെതറിപ്പോയിട്ട് അസ്ഥി മാത്രമായിട്ട്, അസ്ഥിയെല്ലാം എണ്ണാവുന്ന പരുവത്തിനായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ അപ്പം കിട്ടിയത്. പക്ഷേ ഈ അപ്പത്തിന് നമുക്ക് വില വല്ലതും ഉണ്ടോ? ഈ അപ്പത്തിൻ്റെ വില, ഈ അപ്പത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? കുർബാന കാണുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നുണ്ട്, കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാത്ത എന്താണ്? സമൃദ്ധിയായ ജീവൻ ഉണ്ടായാൽ മാത്രമേ നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. നന്മയും തിന്മയുമായുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. മരണവും ജീവനുമായിട്ടുള്ള യുദ്ധം, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതാണ് വിജയിച്ചുകൊണ്ടിരിക്കേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് പോയാൽ, സമൃദ്ധിയായ ജീവൻ തരാൻ വന്നിരിക്കുന്ന കർത്താവ് നമുക്ക് എത്ര ശതമാനം ജീവൻ തന്നിരിക്കുന്നു? നിത്യജീവൻ തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ കർത്താവിൻ്റെ ആ നിത്യജീവൻ നമുക്ക് എത്ര ശതമാനം സമ്പാദിക്കാൻ സാധിച്ചു? അതോ നിത്യ മരണത്തിനുള്ള വേലയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിത്യ ശിക്ഷാവധി കിട്ടിയ പിശാചിൻ്റെ ശിക്ഷയ്ക്ക് നമ്മൾ പങ്കാളികളാക്കാൻ അവൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ വലിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിശാചിന് നിത്യ നരകമാണ് വിധിച്ചിരിക്കുന്നത്. ഇനി അവൻ രക്ഷയില്ല. അവന് സ്വർഗത്തിൽ മാലാഖയുടെ സ്ഥാനം ഉണ്ടായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു, വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷേ അത് കളഞ്ഞു വിളിച്ചു. ഇനി അവർക്ക് രക്ഷയുടെ യാതൊരു പ്രതീക്ഷയുമില്ല. നിത്യനരകത്തിന് വിധിക്കപ്പെട്ടവരാണ് പിശാചികൾ, മാലാഖമാർ പിശാചായി കഴിഞ്ഞപ്പോൾ. അതേ സാധ്യത മനുഷ്യർക്കുമുണ്ട്. പക്ഷെ മനുഷ്യരെ നിത്യജീവൻ പ്രാപിച്ച് കർത്താവിന് ജീവിത പങ്കാളിയാകാൻ ആ ദൈവം വിളിച്ചിരിക്കുന്നു. പക്ഷെ പിശാചിൻ്റെ ആഗ്രഹം അവൻ നിത്യനരകത്തിലേക്ക് പോകുന്നതോടെ നമ്മളെയും കൂടെ കൊണ്ടുപോകാൻ ഒക്കുമോ എന്നുള്ളതാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ കൊണ്ടുപോകുമോ, നീ നിനക്ക് വല്ലവരെയും കിട്ടുമോ നോക്കിക്കൊള്ളാമെന്ന് കർത്താവ് അവരെ വിട്ടിരിക്കുകയാണ്. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിത്യനരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന പിശാചും അവൻ്റെ സൈന്യവും ഈ ഭൂമിയിൽ നിത്യനരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടം ഭരിക്കാനൊരു അവസരം കിട്ടി ഭരിക്കുക, നമ്മളെ ഭരിച്ചിട്ട് നമ്മളെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ നോക്കുക. ഒത്തിരി തന്ത്രങ്ങൾ അവനറിയാം. അങ്ങനെ പിതാവായ ദൈവം വരാൻ പറഞ്ഞ്, നിനക്ക് എടുക്കാമെങ്കിൽ എടുത്തോ, ബാക്കി മതി എനിക്ക്. അങ്ങനെ ദൈവം മഹാമനസ്കനായി കൊലദോസിലെ പൊളപ്പെന്ന പോലെ അവന് പൊളയ്ക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്നവർ തൂക്കിക്കൊല്ലപ്പെടുന്നതിന് മുമ്പ് അന്ന് രാവിലെ മുതൽ ഉച്ച കഴിഞ്ഞ് 3-4 മണി വരെ സൂഹിച്ച് പൊളച്ച് ജീവിക്കാൻ അവസരം നൽകും. അവരുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു കൊടുത്തിട്ടേ അവരെ കൊല്ലുകയുള്ളൂ. കൊലദോസിലെ പൊളപ്പെന്നാണ് എൻ്റെ പേര്. ആ ദിവസം 1000 ദിവസം വരെ, 1000 വർഷം വരെയോ നീണ്ടുപോകാനും സാധ്യതയുണ്ട്. നമ്മുടെ ഒരു ദിവസവും ദൈവത്തിൻ്റെ ഒരു ദിവസമായിട്ട് ഉള്ള വ്യത്യാസം, നമ്മുടെ ഒരു ദിവസം 1000 ദിവസം പോലെയോ 1000 വർഷം പോലെയോ ദൈവത്തിനാകാം, നേരെ തിരിച്ചുമാകാം. അപ്പോൾ അതുകൊണ്ട് ഈ യേശുവിൻ്റെ വരവിന് ശേഷം ഇപ്പം 2000 കൊല്ലം കഴിഞ്ഞു, 2017 വരെയായി. ഈ 2017 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 2 ദിവസം പോലെയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ പിശാച് വിളയാടി ജീവിക്കുന്നെങ്കിൽ, അവൻ സന്തോഷിക്കുന്നെങ്കിൽ, അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നെങ്കിൽ, അത് കൊലദോസിലെ പൊളപ്പിലെ ഒരു പരിപാടി എന്ന് വിചാരിച്ചാൽ മതി. അത് അധികം നിൽക്കുകയില്ല, അതിന് ഒരു അന്തമുണ്ട്. അത് കണ്ടുകൊണ്ട് നിങ്ങളാരും വിഷമിക്കരുത്. അവനിതൊക്കെ എന്തു ആകാമല്ലോ, പിന്നെ ഞങ്ങൾക്ക് തന്നെ ആയിക്കൂടാത്തോ എന്നും ചിന്തിക്കരുത്. നിത്യനാശത്തിലേക്ക് പോകുന്ന പിശാചിനെ കൊലദോസിലെ പൊളപ്പെന്ന പോലെ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിക്കാൻ അവനെ അഴിച്ചുവിട്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് കണ്ട് കർത്താവിൻ്റെ ചോദിക്കുന്നത്, ഇതെന്തൊരു കളിയായത്, ഇതെന്നെ ഇങ്ങനെയൊക്കെ. അത് അവൻ നാശത്തിലേക്ക് പോകുന്ന വഴി ഭൂമിയിൽ അവനെ താക്കിയിരിക്കുക, അവനെ ഭരിക്കാൻ ഭയങ്കര കൊതിയാണ്, നീ കൊതി തീരൊന്ന് ഭരിക്കേ എന്ന് പറഞ്ഞ് അവനെ ഭരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദൈവരാജ്യം വേണമെന്ന് പ്രാർത്ഥിച്ച് ദൈവം നമ്മളെ ഭരിക്കാൻ നമ്മളെ കൊണ്ടും പ്രാർത്ഥിപ്പിക്കുക. പിശാച് ഭരിക്കുന്നിടത്ത് ദൈവരാജ്യം വരണമെന്ന് പ്രാർത്ഥിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ പരിപാടി. ഏത് രാജ്യമാണ് ഇപ്പം നടക്കുന്നത്? പിശാചിൻ്റെ രാജ്യമാണോ ദൈവത്തിൻ്റെ രാജ്യമാണോ ഇപ്പം നമ്മിൽ നടക്കുന്നത്? ഇത് രണ്ടിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ, ഈ കൊലദോസിലെ പൊളപ്പിനിടയിൽ പിശാചിന് ഒരു നിയമവുമില്ല. അവന് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും വേണേ ആരോട് വേണേലും പറയാം, സ്വതന്ത്രമായിട്ട് വിട്ടിരിക്കുക. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ കത്തിക്കും.
അവന് നിത്യ കത്തല, പിന്നെ അത് തിരിച്ചു വരവില്ല. ആ കൂടെ നമ്മളെ കൂടെ കൊണ്ടുപോകാവോ എന്നാണ് അവൻ്റെ നോട്ടം. അങ്ങനെ മലാഖമാരെ നിത്യ ശിക്ഷയ്ക്ക്, നിത്യ നരകത്തിന് വിധിച്ച അതിൽ അവർക്ക് വളരെയധികം അമർഷമുണ്ട്. ദൈവം നല്ലവനായിട്ട് ഇങ്ങനെ ഞങ്ങൾ കടന്നുകയും ചെയ്തല്ലോ, ഞങ്ങളോടൊന്നാ ക്ഷമിക്കാത്തത്. അതുമാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവർക്ക് ക്ഷമ കൊടുക്കുകയും അവരെ നന്നാക്കുകയും ശുദ്ധീകരിക്കുകയും അവരെ ജീവിത പങ്കാളിയാക്കുകയും ചെയ്യുമ്പോൾ കണ്ണിക്കടി മൂക്കുക. ഇതെന്തൊരു പക്ഷാഭേദമാണ്. ഞങ്ങൾ വേലക്കാരായിരിക്കുന്ന ഞങ്ങളെ മുഴുവനായിട്ട് തള്ളുക, ഇവരെ സ്വന്തമായിട്ട് ദത്തുമക്കളായിട്ട് ജീവിത പങ്കാളിയായിട്ടൊക്കെ എടുത്ത് പൊക്കി തലോടി കൊണ്ട് നടക്കുക. ഇതെല്ലാം അസൂയ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും പർദീസായിലും എല്ലാം ഇങ്ങനെ പലയിനം മനുഷ്യരുണ്ട്, പലയിനം ജീവികളുമുണ്ട്. ദൈവകോപത്തിന് വിധേയമായവരും ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതമായവരും രണ്ട് കൂട്ടരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ ഏത് കൂട്ടത്തിലായിരിക്കും? ഈ കൃപായുഗം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണ യുഗവും അതിനുശേഷം ന്യായവിധിയുടെ ദിവസങ്ങളും വരാൻ പോകുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാത്തത്? ജീവന്റെ അപ്പം ചുട്ടെടുത്ത് നമുക്ക് തരുവാൻ 33 കൊല്ലം മാതാവും കർത്താവും ബന്ധപ്പെട്ടു. നമ്മളും അത് നമ്മുടെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മളും അതിൻ്റെ കൂടെ ബന്ധപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി അധ്വാനിച്ചെങ്കിലേ ഇത് നമ്മുടേതാവുള്ളൂ. എല്ലാ കുർബാനയും പുത്തൻ കുർബാനയാകണമെങ്കിൽ എല്ലാ ദിവസവും പുതിയ കൃപയും പുതിയ അനുഗ്രഹങ്ങളും പുതിയ വചനങ്ങളും നമുക്ക് കിട്ടി നമുക്ക് പുത്തനായിക്കൊണ്ടിരിക്കണം. അതിൽ നമ്മൾ ബന്ധപ്പെടുന്നുണ്ടോ? അത് നമ്മുടെ ഊണും ഉറക്കവും നമ്മുടെ ദിനചര്യകളും ക്രമീകരിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക. യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത്, മോഷ്ടിക്കുവാനും അറുക്കുവാനും നശിപ്പിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇപ്പം മോഷ്ടിക്കുവാനും അറുക്കുവാനും നശിപ്പിക്കുവാനും വരുന്ന കള്ളൻ കൊലദിവസത്തിലെ പൊളപ്പ് അനുസരിച്ച് അവൻ എവിടെ വേണേലും കയറി മോഷ്ടിക്കും, ആരെ വേണേലും കൊല്ലും, ആരോട് വേണേലും കള്ളം പറയും, ആരെ വേണേലും കൈക്കലാക്കും. കർത്താവ് നോക്കിയിരിക്കും. നമുക്ക് വചനം തന്നിട്ടുണ്ട്, വചനം അനുസരിക്കുമല്ലോ എന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ പിശാച് പറയുന്ന കള്ളമാണെന്ന് തള്ളും. വചനമില്ലെങ്കിൽ കള്ളം നേരാന്ന് വിചാരിച്ചു കൊള്ളുകയും ചെയ്യും. ഈ ഗതികേട് നമുക്ക് വരാം. ആദ്യ മാതാപിതാക്കൾക്ക് ഈ അബദ്ധമാണ് പറ്റിയത്. ആദ്യ മാതാപിതാക്കൾക്ക് വചനം കൊടുത്ത് അവരെ ഏതൻ തോട്ടത്തിലാക്കി. നടുക്ക് നീക്കിയ വൃക്ഷത്തിന്റെ പോലെ നിന്നില്ലെന്ന് പറഞ്ഞൊരു വിലക്കും കൊടുത്തു. പക്ഷെ അതിൻ്റെ അർത്ഥം ഹവ്വയ്ക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുമില്ല. അത് വേണമെന്നങ്ങ് തീരുമാനിച്ചു. അത് കിട്ടിയ അടങ്ങുമെന്നായി. അങ്ങോട്ടായി നോട്ടം. അങ്ങോട്ട് ആ വിലക്കപ്പെട്ട പഴത്തിൻ്റെ ആസ്വാദനത്തിന് വേണ്ടി ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്കുള്ള നടപ്പൊരു അധ്വാനമായിരുന്നു. പറിക്കൽ മറ്റൊരു അധ്വാനം, തിന്നൽ വേറൊരു അധ്വാനം. അതോടുകൂടി നാശവും നഷ്ടവും മരണവും അവിടെ ജീവിതത്തിൽ കയറി വന്നു. തിന്ന നാളിൽ മരിച്ചോ? പക്ഷെ മരിച്ചത് ദേഹിയാണെന്ന് മാത്രം. അപ്പോൾ വചനം തള്ളിക്കളഞ്ഞിട്ട് ഹൃദയത്തിൽ വചനമില്ലാതെ ചെയ്യുന്ന പാപങ്ങളെല്ലാം നമ്മുടെ പ്രാണനെ പാപത്തിൽ കളയുന്നു. മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനും വന്നിരിക്കുന്ന കള്ളനായ പിശാച് അവൻ്റെ സൈന്യത്തോടൊപ്പം ആ പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവൻ നമ്മുടെ ഉള്ളിൽ തുരങ്കം വെച്ച് കയറി നമ്മുടെ ജീവനശക്തിയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? അതോ കർത്താവിന് സമൃദ്ധിയായ ജീവൻ തരുന്ന കർത്താവിന് നമ്മുടെ ജീവൻ കൊടുത്ത് കർത്താവിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവൻ വീണ്ടെടുക്കപ്പെട്ട് എത്തിച്ചേരുന്നുണ്ടോ എന്നും പരിശോധിക്കാം. പിതാവ് ഇങ്ങനെ അറുക്കുകയും മുടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന പിശാച് ഭരിക്കുന്ന ലോകത്തിൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ വൃത്തികേട് മനസ്സിലായിട്ട് എനിക്ക് ഈ പിശാച് വേണ്ടാന്ന് പറയാൻ വേണ്ടിയാണ്. പിശാചിൻ്റെയും പിശാചിൻ്റെ സ്വഭാവത്തെ എനിക്ക് വേണ്ട, എനിക്ക് സത്യവാനായ കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ജീവിതവും അവനുള്ള ജീവിത പങ്കാളിത്തവും മതിയെന്ന് പറഞ്ഞ് നമുക്ക് രണ്ടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇടവും വലവും മരണവും ജീവനുമുണ്ട്. സത്യവും അസത്യവും നീതിയും അനീതിയും എല്ലാം നമ്മുടെ ചുറ്റും കിടക്കുക. ഏത് വേണേലും സ്വീകരിക്കാം, ഏത് വേണേലും തള്ളാൻ കൊള്ളാം എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. യോഹന്നാൻ 10:10 ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞത്. നമുക്കിപ്പോൾ ഏതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ജീവനും സമൃദ്ധിയായ ജീവനും ജീവനിൽ നിന്ന് ജീവനിലേക്ക് ജയോത്സവമായി നമ്മൾ നയിക്കുകയാണോ അതോ മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്? രണ്ട് വാസന. മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള, ഇത് രണ്ടും ഉണ്ടെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വചനമുണ്ട്. എവിടെയാണെന്ന് കണ്ടിട്ടുണ്ടോ? കണ്ടുപിടിച്ച കൊരിന്ത്യ ലേഖനം വായിച്ചു കൊരിന്ത്യ സഭയ്ക്ക് കൊടുത്ത ലേഖനങ്ങളിൽ അങ്ങനെ ഇങ്ങനെ രണ്ട് വാസനയുണ്ടെന്നാണ് പറയുന്നത്. മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. ഇതേത് വാസനയാണ് ഇപ്പം നമ്മൾ കൊടികുത്തി വാഴുന്നത് എന്ന് പരിശോധിക്കണം. ദിവസവും പരിശോധിച്ചോണം. ഏതായാലും ഇത് നാശത്തിലേക്ക് പോകുന്ന നിത്യനരകത്തിന് പോകുന്ന പിശാചും നിത്യജീവനിലേക്ക് പോകേണ്ട മനുഷ്യരും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ലോകം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ,
ഡൽഹിയിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന ട്രെയിനും കന്യാകുമാരിയിൽ നിന്ന് വേറെ ഏതെങ്കിലും പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു ട്രെയിനും കോട്ടയത്ത് വെച്ച് കണ്ടുമുട്ടിയെന്നിരിക്കട്ടെ. രണ്ടും നിർത്തിയിട്ടിരിക്കുക, അങ്ങപ്പുറം ഇങ്ങേപ്പുറം കിടപ്പുണ്ട്. രണ്ടിലെയും ആളുകൾ യാത്രക്കാരെ ഇറങ്ങുകയും കാപ്പി കുടിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന രണ്ടിനും സമയമുണ്ട്. പക്ഷെ ഏതെങ്കിലും വണ്ടിയിൽ ആൾ മാറി കയറിയാൽ അങ്ങനെ ഇരിക്കും. രണ്ട് വണ്ടി അപ്പുറം ഇങ്ങേപ്പുറം കിടപ്പുണ്ട്. കയറുക ബിസിലടിച്ച് വണ്ടി വിടുന്ന സമയത്ത് വണ്ടി തെറ്റിപ്പോയാൽ അങ്ങനെ ഇരിക്കും. ഡൽഹിക്ക് പോകേണ്ട ആൾ വേറൊരു സ്ഥലത്തായിരിക്കും ചെന്ന് ചേരുന്നത്. അവിടെ ചെന്നായിരിക്കും ഇവരെ അറിയാൻ പോകുന്നത്. പിന്നെ തിരിച്ചു വരാൻ വിഷമമായേക്കാം. ഈ ലോകം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ പോലെ നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പിശാചുക്കൾ ഈ ലോകത്തിൽ ഇടവേളയിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ നിത്യജീവനിലേക്ക് പോകുന്ന യേശുവിൻ്റെ ജീവവണ്ടിയിൽ കയറേണ്ടവരാണ്. നമ്മൾ ഓരോ ദിവസത്തെയും പ്രാണൻ നിത്യതയിലേക്ക് നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന യേശുവിൻ്റെ ജീവവണ്ടിയിൽ നമ്മുടെ പ്രാണൻ കയറുന്നുണ്ടോ? നമ്മുടെ പ്രാണൻ ജഡമോഹം കൊണ്ടും കൺമോഹം കൊണ്ടും ജീവിതത്തിൻ്റെ പ്രതാപം കൊണ്ടും പിശാചിൻ്റെ വണ്ടിയിലാണ് കയറുന്നത്. ഇത് ഓരോ ദിവസവും തിരിച്ചറിഞ്ഞോണം. ഇന്നത്തെ എൻ്റെ പ്രാണൻ ഏത് വണ്ടിയിലാണ്? മരണത്തിൻ്റെ വണ്ടിയിലാണോ ജീവൻ്റെ വണ്ടിയിലാണോ പരിശോധിച്ചോണം. ഇത് രണ്ടും അടുത്തടുത്തുണ്ട്, തൊട്ടടുത്തുണ്ട്. വളരെ സാമ്യമുള്ളതുകൊണ്ട് തെറ്റി കയറാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ കർത്താവ് പിന്നെ അവരെ കണ്ടപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ അപ്പം നിന്ന് തൃപ്തരായതുകൊണ്ട് ഇപ്പം എൻ്റെ പുറകെ വന്നിരിക്കുന്നത്. അതിനേക്കാൾ അധികമായി നിത്യജീവന്റെ അപ്പം ഉണ്ടാകാൻ ബന്ധപ്പെടണം, അതിൻ്റെ പുറകെ എൻ്റെ വേണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ താൽക്കാലികമായി നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നിത്യജീവന് വേണ്ടി നിത്യജീവിതത്തിന് വേണ്ടിയും ബന്ധപ്പെടണമെന്നുള്ള കാര്യം നമ്മൾ വേണ്ട തരത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ആ കുറവ് പരിഹരിച്ച് അതിനുള്ള ശക്തി ആർജിക്കുവാൻ ആ മാതാവും ആ കർത്താവും എല്ലാം ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ പരിശോധിക്കുക, നമ്മുടെ ജീവൻ മുഴുവനും നിത്യജീവന്റെ ഉറവിടമായ കർത്താവിൽ എത്തിയിട്ടുണ്ടോ? അതോ പാതാളത്തിൽ സ്വയാശ്രയത്തിൽ അവിടെ എത്തിയിട്ടുണ്ടോ? ഇത് കൃപായുഗം തീരാത്തതുകൊണ്ട് വേണമെങ്കിൽ വണ്ടി മാറി കയറാം. ഒരു വണ്ടിയിൽ കയറി തെറ്റിപ്പോയെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ വേണമെങ്കിൽ ഇറങ്ങരുതോ? വണ്ടി തെറ്റിപ്പോയി, വണ്ടി അടുത്ത സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ പുറകോട്ട് വന്നേ നമ്മൾ കയറേണ്ട വണ്ടിയെ കയറാൻ സാധിക്കും എന്നുള്ള. അതുകൊണ്ട് കൃപായുഗ വിധ ഇന്നോടെ നീട്ടിയിരിക്കുന്നു, നാളെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇന്നെങ്കിലും നമുക്ക് വഴിയും സത്യവും ജീവനുമായ യേശുവിൽ എൻ്റെ പ്രാണൻ മുഴുവൻ എത്തണം. എനിക്ക് യേശുവിന് കിട്ടിയതൊക്കെ എനിക്കും കിട്ടണം. യേശുവിൻ്റെ ജീവിത പങ്കാളിയാകുവാൻ യേശുവിന് മുറിവുണ്ടായ പോലെ എനിക്കും മുറിവുണ്ടാകണം. എനിക്ക് മുറിവ് തരുന്നവർക്ക് ഞാൻ നന്ദി പറയുന്നു. യേശു മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ ചെയ്യുന്നത് അറിയാത്തതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ മുറിവുകളുടെയും ചതവുകളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും മരണത്തിൻ്റെ ഇടയിൽ നിത്യജീവനിലേക്ക് പോകാനുള്ള ഈ വഴി കർത്താവ് ഇവിടെ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നു. അതിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ഉൾക്കൊണ്ട് അങ്ങനെ സമൃദ്ധിയായ ജീവൻ ആസ്വദിച്ച് സമൃദ്ധിയായ ജീവിതത്തോടുള്ള ജീവിത പങ്കാളിയായി തീരുവാൻ, ജീവന്റെ ഉറവിടമായ യേശുവിനെ ജീവിത പങ്കാളിയാകണമെങ്കിൽ യേശുവിനുള്ളിടത്തോളം ജീവൻ നമുക്കും വേണം. അല്ലെങ്കിൽ പൊരുത്തക്കേട് വരും. അത് മണവാളിനും മണവാട്ടിക്ക് ഒരുപോലെ ആരോഗ്യമുണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാനൊക്കെ ഉള്ളൂ. ഒരാൾ രോഗിണിയും ക്ഷീണിതയും ആണെങ്കിൽ, മണവാളൻ നല്ല തൻ്റെയുടെ ഉള്ള ആളാണെങ്കിൽ ഇച്ചിരി വേദന ഉണ്ടാകുന്നില്ല, അത് ഒരു ഗുണമില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് കല്യാണം നീട്ടിക്കൊണ്ടുപോകാൻ കാര്യം എന്നാ? മണവാട്ടി ഇതുവരെ വളർന്നിട്ടില്ല, അസുഖമൊക്കെ മാറിയിട്ടുമില്ല. അതുകൊണ്ട് അസുഖമൊക്കെ മാറ്റി ക്ഷീണമൊക്കെ മാറി യേശുവിൻ്റെ അത്ര ആരോഗ്യം ഇരിക്കുന്നുണ്ടെന്ന് ആരോട് പറയണം? സ്വർഗ്ഗത്തിലെ അപ്പച്ചനോട് ഏതായാലും അപ്പച്ചൻ കല്യാണം ഉറപ്പിച്ചില്ലേ, കല്യാണം നീട്ടിക്കൊണ്ട് പോവുകയല്ലേ? ആ വിടവിൽ എത്രയും എൻ്റെ ആരോഗ്യം പൂർണ്ണമാക്കി സമൃദ്ധിയായ ജീവൻ എനിക്ക് തരണം. സമൃദ്ധിയായ ജീവനോടുകൂടെ എൻ്റെ സമൃദ്ധിയായ ജീവൻ തരുന്ന യേശുവിനോടൊപ്പം എനിക്ക് സന്തോഷിക്കണം. അത് നിത്യജീവിതമാണ്. ആ നിത്യജീവിതത്തെ എന്നിൽ തട്ടിക്കളയുവാൻ തക്കോണം നിത്യനരകത്തിലേക്ക് പോകുന്ന പിശാച് എൻ്റെ പുറകെ നടക്കുന്നു. എനിക്ക് അവനെ വേണ്ടാന്ന് മാമോദിസ പറഞ്ഞ പോലെ എന്നും പറയാം. അതിനെ വേണ്ടാന്ന് പറയാനും യേശുവിനെ വേണമെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥന നടത്തി ആ വണ്ടി മാറി കയറേണ്ട കയറിക്കണം. വണ്ടി ഇവിടെ രണ്ടും കിടപ്പുണ്ട്. എന്താ സ്വീകരണം നേടി